ഓക്കെ, ഇവിടെ വരെ എന്തൊക്കെ ഉണ്ടായെന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമ്മള് പറയുന്നത് ഇങ്ങനെ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ആരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടാകുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ അതൊരു എന്താ പറയാ, ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നമുക്ക് പോവാം. അപ്പൊ 1857 ആദ്യമായിട്ട് ഈ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് എവിടുന്നാണ്? ഉത്തർപ്രദേശിലെ മീററ്റ്. ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പ് തന്നെ ബംഗാളിലെ ബാരക്പൂർ എന്ന് പറഞ്ഞ പ്രദേശത്ത്, പശ്ചിമ ബംഗാളിലെ ബാരക്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്ത് വെച്ചിട്ട് മംഗൾ പാണ്ഡെ എന്ന് പറഞ്ഞ വ്യക്തി അവര് തോക്കിന്റെ തിരയില് പന്നീരി പശുവിന്റെ ഒക്കെ കൊഴുപ്പ് ഉപയോഗിച്ചിട്ട് അപ്പൊ ആ തിരയുടെ പ്രത്യേകത എന്നിട്ട് അല്ലെങ്കിൽ ആ തോക്കിന്റെ ഉണ്ടയുടെ പ്രത്യേകത എന്നിട്ട് അത് കടിച്ചു വലിക്കണം. അപ്പൊ ഈ സാധനം അവരെ വായിൽ ചെന്ന് കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്കാണെങ്കിലും മുസ്ലിങ്ങൾക്കാണെങ്കിലും അവരെ മതവികാരത്തിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലായി തോന്നിയപ്പോ മംഗൾ പാണ്ഡെ എന്ന വ്യക്തിയോട് അവിടെ അതിന്റെ ആ റെജിമെന്റ് 34th എന്താ പറയാ വെസ്റ്റ് ബംഗാൾ റെജിമെന്റിൽ ഉണ്ടായിരുന്ന ഒരു നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റിൽ ഉണ്ടായിരുന്ന ഒരു സൈനിക ശിപ്പായി ആയിരുന്നു ആര്യ മംഗൾ പാണ്ഡെ. ഈ മംഗൾ പാണ്ഡെയോട് ഇത് ഉപയോഗിക്കാൻ അവിടുത്തെ സൈനിക മേധാവി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. അപ്പൊ അവര് നിർബന്ധിക്കുമല്ലോ, അങ്ങനെ നിർബന്ധിച്ചപ്പോ അയാൾക്കെതിരെയാണ് ആദ്യം വെടിയുതിർത്തത്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ മേത്ത് കൊണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അതിന് പകരം എന്താ, ഈ സൈനിക തലവനെ വധിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നുണ്ട്. 1857 ഏപ്രിൽ 8-ാം തീയതിയാണ് മംഗൾ പാണ്ഡെനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നത്. അതിന് പിന്നാലെ അപ്പൊ ഈ ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞറിഞ്ഞ് ഓരോ ഇങ്ങനെ സൈനിക താവളങ്ങളിൽ അറിഞ്ഞ് അവസാനം ഇത് ചെന്നെത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടെ മീററ്റില്. ഉത്തർപ്രദേശിലെ മീററ്റില് ഈ ഒരു സംഭവ വാർത്ത അറിയുമ്പോൾ അവിടെ ഓൾറെഡി അസ്വസ്ഥമായിട്ട് ഇരുന്നിരുന്ന ഈ സൈനികര് എല്ലാവരും ഇതും കൂടി കേട്ടോടു കൂടി ഒന്നും കൂടി അസ്വസ്ഥരായി. അപ്പൊ അവിടെ പെട്ടെന്ന് ഒരു കലാപം, അല്ലെങ്കിൽ അവരോട് ഇത് ഉപയോഗിക്കാൻ പറഞ്ഞതിന്റെ ആ ഒരു ദേഷ്യത്തില് പെട്ടെന്ന് അവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. അവരെങ്ങനെയാണ് തുടങ്ങുന്നത്? അവിടെ ഉണ്ടാകുന്ന ആയുധങ്ങളൊക്കെയും അല്ലെങ്കിൽ അവിടുത്തെ ആയുധ സംഭരണശാലകൾ ഉണ്ടായിരുന്നു. ഈ ആയുധ സംഭരണശാല മൊത്തം ഇവര് കൊള്ളയടിക്കുകയാണ്. ഈ സൈനികര് കൊള്ളയടിക്കുകയാണ്. കാരണം ഇവർക്കത് കിട്ടിയോട് ഗുണമുണ്ട്. കാരണം ഇവരത് ഉപയോഗിക്കാൻ പ്രാക്ടീസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. അപ്പോ അവർക്കത് ഉപയോഗിക്കാൻ അറിയുന്നത് കൊണ്ട് തന്നെ അവരത് കൊള്ളയടിച്ച് അതും കൊണ്ട് അവരെവിടേക്ക് പോവാണ്? ഡൽഹിയിൽ പോവാണ്. ഡൽഹിയിൽ ആ സമയത്ത് എന്താ പറയാ, ഈ ബ്രിട്ടീഷുകാരുടെ പെൻഷനും പറ്റി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? അന്നത്തെ മുഗൾ ഭരണാധികാരി. നാമമാത്രമായിട്ടാണ് ഒരു മുഗൾ ഭരണാധികാരി. മുഗൾ രാജവംശത്തിലെ അവസാനത്തെ പ്രതിനിധി എന്ന രീതിയിലേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം ആ സമയത്ത് ഒരു നാട്ടുരാജാവ് പോലും ആയിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ പെൻഷൻ കൊണ്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനെ ചെന്ന് കണ്ടിട്ട് ഇവര് സമ്മർദ്ദത്തിലാഴ്ത്താണ്. നിങ്ങൾ ഇത് ഏറ്റെടുക്കണം, ഞങ്ങൾക്ക് ഇതിനൊരു നിയമ സാധുത കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ മനഃപൂർവ്വം ഫോഴ്സ് ചെയ്തിട്ട് ഈ ഒരു ഇതിന്റെ നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരും. അപ്പൊ അദ്ദേഹത്തിന്റെ സൈനിക തലവനായിരുന്ന ജനറൽ ഭക്ത് ഖാനും അദ്ദേഹത്തിനോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങനെ ഡൽഹിയിൽ വെച്ചിട്ട് ഈ ഒരു കലാപം മെയ് 12-ന് ഈ കലാപകാരികൾ എല്ലാവരും കൂടിയിട്ട് ഡൽഹി പിടിച്ചെടുക്കുന്നുണ്ട്. 1857 മെയ് 12-ന് ഡൽഹി പിടിച്ചെടുക്കുന്നതോടുകൂടിയാണ് ഈ കലാപത്തിന്റെ ആരംഭം. അപ്പൊ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സംഭവം ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി വേറൊരു സ്ഥലത്ത് എത്തുമ്പോഴാണ് അവിടെ കലാപം ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ എത്തുമ്പോൾ കലാപം ഉണ്ടാവണ കാരണം തന്നെ നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടം പോലെ സമയം കിട്ടുന്നുണ്ടായിരുന്നു. അതായത് ഒരു സ്ഥലത്ത് തുടങ്ങി നമ്മള് പറഞ്ഞറിഞ്ഞ് വരുന്ന സ്പീഡിൽ ആരറിയും? അവിടെയുള്ള സൈനിക തലവന്മാരും ഒക്കെ ഓരോ സ്ഥലങ്ങളിലെ. അപ്പൊ അവർ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. ഇവര് ചെല്ലുമ്പോഴേക്കും അവരവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിന്റെ ഒരു പരാജയ കാരണത്തിൽ വരുന്നുണ്ട്. നമുക്ക് അവിടെ ഒന്നുകൂടി പറയാം. അങ്ങനെയാണ് ഓരോ സ്ഥലങ്ങൾ. അപ്പൊ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് ഓരോ വ്യക്തികൾ ഉണ്ടായിരുന്നു. അത് ആരൊക്കെയാന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരെ ഒന്നുകൂടി നമുക്ക് എന്താ പറയാ ആഴത്തില് ഒന്നുകൂടി അറിയാനുണ്ട്. അപ്പൊ അതും കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാം. അതില് ആദ്യം പറയുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആരെ പറയാം? ഫസ്റ്റ് ഡൽഹി ഇത് ആദ്യം ഏറ്റെടുത്ത വ്യക്തി ആരാ? ബഹദൂർ ഷാ സെക്കൻഡ് അഥവാ ബഹദൂർ ഷാ സഫർ എന്നറിയപ്പെടുന്ന അവസാനത്തെ, അതായത് നമ്മുടെ ഇന്ത്യയിലെ അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ സെക്കൻഡിനെ കുറിച്ചാണ്. അദ്ദേഹം ആരായിരുന്നു? മുഗൾ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി. അല്ലെങ്കിൽ ഈ ഒരു 1857 വിപ്ലവത്തോടു കൂടി ഉണ്ടായ ഒരു സംഭവമാണ് എന്നിട്ട് മുഗൾ വംശത്തിന്റെ അന്ത്യമാണ്. അതായത് മുഗൾ രാജഭരണം അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഒരു
യുദ്ധം കൂടിയായിരുന്നു ഇത്, അല്ലെങ്കിൽ ഒരു കലാപം കൂടിയായിരുന്നു ഇത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, അല്ലെങ്കിൽ ശിപായി ലഹള എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അവസാനത്തെ ഭരണാധികാരി ആരായിരിക്കും? അന്നത്തെ ഇത് ഏറ്റെടുത്ത ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ് എന്ത്? സഫർ എന്ന് പറയുന്നത്. സഫർ എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ തൂലികാ നാമം മാത്രമാണ്. അപ്പോ നമ്മളിങ്ങനെ ടെക്സ്റ്റ് ബുക്കുകളിലും ഇതിലൊക്കെ കാണാൻ പറ്റും ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ് എന്ന് പറയുന്ന പകരം ചിലർ ബഹദൂർ ഷാ സഫർ എന്ന് കൂട്ടിച്ചേർത്ത് പറയുന്നത് കാണാം. രണ്ടും ഒരാൾ തന്നെയാണ്. അപ്പോ ഇദ്ദേഹം എന്താ വെച്ചാൽ ചെങ്കോട്ടയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നൽകിയിട്ടുണ്ടാകുന്ന വാർഷിക പെൻഷൻ പറ്റിയിട്ടാണ് ജീവിക്കുന്നുണ്ടാവുന്നത് ഇദ്ദേഹത്തിന്റെ കുടുംബം. പക്ഷെ ഇവർ വന്ന് ഇത് ഏറ്റെടുക്കാൻ പറഞ്ഞതോടുകൂടി അദ്ദേഹം എന്താ പറയാ അദ്ദേഹത്തിന്റെ ഈ പെൻഷൻ കൂടി ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെയല്ലേ തിരിയുന്നത്. അങ്ങനെ പക്ഷെ ഇദ്ദേഹം എന്തായിരുന്നു ഇവർക്ക് എന്താ പറയാ ഒരു നിയമസാധുത കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു നേതാവ്, ആ ഒരു പേര് മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടിയിരുന്നുള്ളൂ. കാരണം ഇദ്ദേഹം ഒരു വയസ്സായിട്ടുള്ള വ്യക്തിയാണ്, വളരെ പ്രായാധിക്യമായിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹത്തിനെ കൊണ്ട് യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ളത് കലാപകാരികൾക്ക് അറിയാം. പക്ഷെ പേരിന് ഒരു ഇന്ത്യൻ ചക്രവർത്തി വേണം എന്ന് വിചാരിച്ചിട്ടാണ് മുഗൾ രാജവംശം അതുവരെ ഭയങ്കര പ്രതാപമായിട്ട് നടന്നിരുന്ന ഒരു രാജവംശമായിരുന്നു. അപ്പോ മുഗൾ ഭരണാധികാരി തന്നെ ഇതിന്റെ ചക്രവർത്തിയായിട്ട്, ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് അതൊരു എന്താ പറയാ കനത്ത തിരിച്ചടിയാവുന്ന തോന്നിയിട്ടാണ് ഇദ്ദേഹത്തിനെ പിടിച്ചിട്ട് നേതാവാക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം ഇതില് പ്രഖ്യാപിത നേതാവാണ്. അങ്ങനെ നേതാവായി കഴിഞ്ഞപ്പോ എന്തുണ്ടായി? ഡൽഹി കലാപകാരികൾ പിടിച്ചെടുത്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ ബ്രിട്ടീഷുകാരെ തിരിച്ച് പിടിക്കുന്നുണ്ട്. കാരണം അവരുടെ കയ്യിൽ അതിനേക്കാളധികം നല്ല ആയുധങ്ങൾ കൊണ്ടുവന്ന് കലാപകാരികളെ പിന്തിരിപ്പിച്ച് ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഇത് എന്താ പറയാ ഡൽഹി ബ്രിട്ടീഷുകാർ തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യേണ്ടി വരും? ബഹദൂർ ഷാ സെക്കൻഡിന് പിന്നെ ചെങ്കോട്ടയിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല, അവര് പിടിച്ചു കൊണ്ടുപോയില്ലേ. അപ്പൊ അവരെന്ത് ചെയ്തു? ഹുമയൂണിന്റെ കൊട്ടാരമുണ്ട്, കൊട്ടാരല്ല, ശവകുടീരത്തിൽ പോയിട്ട് ഇവര് ഒളിവിൽ താമസിക്കും. പക്ഷെ ഇവരെ ഒറ്റയിട്ട് ബ്രിട്ടീഷുകാര് അവിടെ വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെയും കുടുംബത്തെയും അവിടെ വെച്ചിട്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്യും? അന്നത്തെ റങ്കൂണിലേക്ക് ഇവരുടെ ഫാമിലീനെ നാട് കടത്തുകയാണ്. ഇപ്പൊ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, കാപ്പ ചുമത്തി നാട് കടത്തി എന്നൊക്കെ. അതായത് പിന്നെ ഈ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനെ ഇദ്ദേഹത്തിനെ നാട് കടത്തുന്നത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ റങ്കൂണിലോട്ടാണ്. റങ്കൂൺ എന്ന് പറയുന്നത് ബർമയിലുള്ള ഒരു സ്ഥലമാണ്. അന്നത്തെ ബർമ, ഇന്നത്തെ മ്യാൻമാർ. ഈ മ്യാൻമാറിലുള്ള കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് റങ്കൂൺ എന്ന് പറയുന്നത്. ഇപ്പൊ അതിന്റെ പുതിയ പേര് എന്ന് പറയുന്നത് യാങ്കോൺ ആണ്. റങ്കൂൺ അല്ല, യാങ്കോൺ എന്നാണ് ഇപ്പൊ നിലവിൽ അതിന്റെ പേര് ആ സ്ഥലത്തിന്റെ പേര് അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം പിന്നെ അവിടേക്ക് നാട് കടത്തിയിട്ട് പിന്നീടുള്ള ജീവിതകാലം മൊത്തം അദ്ദേഹം അവിടെയാണ് താമസിച്ചതൊക്കെ. അവിടെ വെച്ചിട്ട് 1862 അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശവകുടീരം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ അവസാനത്തെ മുഗൾ രാജാവിന്റെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? ഈ യാങ്കോണിലാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ മ്യാൻമാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത്രേ അറിഞ്ഞു വെക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ പിന്നെ ഈ ബഹദൂർ ഷാ സെക്കൻഡ് എന്നൊക്കെ പറയുന്ന വ്യക്തി, അതിന് തൊട്ട് മുമ്പുണ്ടാകുന്ന ഔറംഗസേബ് കഴിഞ്ഞതിന് ശേഷം എന്താണ് മുഗൾ രാജവംശത്തിന്റെ ആ ഒരു ഭരണം ഇടിയുന്നുണ്ട്. കാരണം അത്രയ്ക്കും പ്രാഗൽഭ്യരായിട്ടുള്ള ഭരണാധികാരികൾ പിന്നീട് വന്നിട്ടില്ല. ലാസ്റ്റ് വന്നിട്ടുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള ഭരണാധികാരി മുഗൾ രാജവംശത്തിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔറംഗസേബാണ്. അതിനുശേഷം പിന്നെ ആരും വന്നിട്ടില്ല. അപ്പോ ഇവരൊക്കെ എന്താ പറയാ പേരിന് മാത്രമാണ് ആ രാജവംശത്തില് ഇങ്ങനെ രാജസ്ഥാനം കിട്ടിയത് കൊണ്ട് നടക്കണോ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ പെൻഷൻ കൊണ്ട് ജീവിക്കണോ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇദ്ദേഹം എന്താ പറയാ ഇവരെ റങ്കൂണില് നാട് കടത്തിയ സമയത്ത് അവിടെ വെച്ചിട്ടും ഇവർക്ക് കുറെ വിലക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇവർക്ക് പേപ്പർ, പേന, മഷി ഇങ്ങനെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പൊതുജനങ്ങളെ അവർക്ക് കാണാൻ പറ്റില്ല. വല്ല സേവകർക്ക് കാണണമെങ്കിൽ തന്നെ വല്ല പാസ് എടുക്കണം. അങ്ങനെ ഫുൾ ടൈം ഇവരുടെ എന്താ പറയാ ബ്രിട്ടീഷുകാരെ നിരീക്ഷണത്തിൽ എന്താ പറയാ തടവില് കഴിയാം. അതായത് ഒരു രാഷ്ട്രീയ തടവുകാരൊക്കെ ഉണ്ടാവും എന്ന് പറയില്ലേ, അതുപോലെ തടവറയിൽ കഴിയാണ് ആര് ചെയ്യുന്നുണ്ടായിരുന്നത്? ഈ നമ്മുടെ ബഹദൂർ ഷാ സഫറിനെ കൊണ്ട് ആക്കിയിട്ടുണ്ടാകുന്നത്. അല്ലാണ്ട് അദ്ദേഹം അവിടെ പോയിട്ട് സുഖമായിട്ട് ജീവിക്കല്ല ചെയ്തത്. അവിടെ നിന്നൊരു തടവ് പുള്ളിയായിട്ട് തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നുണ്ടായിരുന്നത്. ഇനി അടുത്ത വ്യക്തിയാണ് റാണി ലക്ഷ്മിബായി അഥവാ മണികർണിക. ഒറിജിനൽ നാമം എന്ന് പറയുന്നത് മണികർണിക എന്നാണ്. നമ്മള് ഝാൻസി റാണി അല്ലെങ്കിൽ റാണി ലക്ഷ്മിബായി എന്നൊക്കെ പറയും. അപ്പൊ ഈ 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഈ റാണി ലക്ഷ്മി ബായി എന്ന് പറയുന്നത്. ഈ വ്യക്തി ഝാൻസിയിൽ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ജനിച്ചതൊക്കെ വാരണാസിയിലാണ്. വാരണാസിയിലെ ഒരു
വാരണാസിയിലെ ഒരു സ്ഥലത്തിന്റെ പേരിനാണ് ഞാൻ മറന്നു, ഒരു മിനിറ്റ്. വാരണാസിയിലെ കൽപ്പി എന്ന് പറഞ്ഞ പ്രദേശത്താണ് ആര് ജനിക്കുന്നത്? നമ്മുടെ മണികർണിക ജനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മനുബായി, അല്ലെങ്കിൽ മനുബായി എന്നൊക്കെയാണ് ചെറുപ്പത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നതാണ്. മനുബായിനെ എവിടേക്ക് കല്യാണം കഴിക്കാണ്? ഝാൻസിയിലോട്ട് കല്യാണം കഴിച്ച് അയക്കാണ്. അവിടെ ആളുടെ ഹസ്ബൻഡിന്റെ പേരെന്ന് പറയുന്നത് രാജാ ഗംഗാധർ റാവു ആയിരുന്നു ഈ റാണിയുടെ ഹസ്ബൻഡ് ആയിരുന്നത്. ഇവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യാണ്? ഇവര് ഒരു കുട്ടീനെ അനന്തരാവകാശി ഉണ്ടാവാൻ വേണ്ടി ദത്തെടുക്കുന്നുണ്ട്. ആ കുട്ടിയുടെ പേരാണ് എന്ത്? ദാമോദർ റാവു. ഈ കുട്ടീനെ വെച്ചിട്ടാണ്. അപ്പോ ഗംഗാധർ റാവു മരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഈ ഒരു നിയമം കൊണ്ടുവരുന്നുണ്ട്. എന്ത്? ദത്തവകാശ നിരോധന നിയമം ആ സമയത്താണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ ഒരു ഝാൻസി എന്ന പ്രദേശത്തിന്റെ ആധിപത്യം ആര് എടുക്കുകയാണ്? ബ്രിട്ടീഷുകാരെ ഏറ്റെടുക്കുകയാണ്. അപ്പോ സ്വന്തം മകനായിട്ടുള്ള, അല്ലെങ്കിൽ തന്റെ മകനായിട്ടുള്ള ദാമോദർ റാവുവിന് വേണ്ടിയിട്ട് ഈ അമ്മ പടക്കളത്തിലേക്ക് ഇറങ്ങുന്നതാണ് ആര്? ഝാൻസി റാണി എന്ന് പറയുന്നത്. അപ്പൊ ഭയങ്കര കരുത്തുള്ള ഒരു വനിതയായിരുന്നു ആര്? ഝാൻസി റാണി. എത്ര ആൾക്ക് 3 കുതിരകൾ ഉണ്ടായിരുന്നു. ബാദൽ, സാരംഗി, പവൻ. 3 കുതിരകളാണ്. ആരൊക്കെ? ബാദൽ ഉണ്ടായിരുന്നു, സാരംഗി ഉണ്ടായിരുന്നു, പവൻ. ഇതില് ബാദലിന്റെ കുതിര, ബാദൽ എന്ന് പറഞ്ഞ കുതിരയുടെ പുറത്ത് കയറിയിട്ടാണ് ഈ രാജ്ഞി 57 വിപ്ലവത്തിന് യുദ്ധം ചെയ്യുന്നുണ്ടാകുന്നത്. നമ്മൾ കാണുന്ന പിക്ചറിലൊക്കെ ആളുടെ കൂടെയുള്ള കുതിര ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാദലാണ്. പരീക്ഷയ്ക്ക് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, റാണി ലക്ഷ്മിബായി ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന ആ സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന കുതിരയുടെ പേര് എന്താണ്? ബാദൽ എന്നാണ് ആ കുതിരയുടെ പേര്. ബാക്കി 2 കുതിരകളെ ഏതൊക്കെയാ? സാരംഗി, പവൻ. പവൻ. അപ്പോ ഈ ഝാൻസി റാണി എവിടെ? ഝാൻസിയിലും ഗ്വാളിയോറിലും വെച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നുണ്ടാകുന്നത്. അപ്പൊ ഈ 2 സ്ഥലത്തും വെച്ചിട്ട് യുദ്ധം ചെയ്തിട്ട് ഗ്വാളിയോറിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഝാൻസി റാണിക്കെതിരെ എന്താ പറയാ, തിരിച്ച് ബ്രിട്ടീഷ് ഭാഗത്തുനിന്ന് യുദ്ധം ചെയ്ത വ്യക്തിയാണ് ആര്? ക്യാപ്റ്റൻ ഹ്യൂഗ് റോസ്. ഹ്യൂഗ് റോസ് എന്ന് പറയും. ഹ്യൂഗ് റോസ് ആണ് ക്യാപ്റ്റൻ. ഹ്യൂഗ് റോസ് ആണ് എന്ത്? ഝാൻസി റാണിക്കെതിരെ അവിടെ പടപൊരുതുന്നുണ്ടാകുന്നത്. അങ്ങനെ അവസാനം ക്യാപ്റ്റൻ ഹ്യൂഗ് റോസിന്റെ നേതൃത്വത്തിൽ നടന്ന പട ആര്? ഝാൻസി റാണിനെ വധിക്കുകയാണ്. ഝാൻസി റാണിനെ അവര് വധിക്കുന്നുണ്ട്. അങ്ങനെ എവിടെ വെച്ചിട്ടാണ് വധിക്കുന്നത്? ഗ്വാളിയോറിൽ വെച്ചിട്ടാണ്. 1858 ജൂൺ 18-നാണ്. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ഈ ഝാൻസി റാണി വധിക്കപ്പെട്ട ദിവസം ഏതാണ്? 1858 ജൂൺ 18-നാണ് ഝാൻസി റാണി കൊല്ലപ്പെടുന്നത്. അപ്പോ അത്രയും ഫൈറ്റ് ചെയ്തിട്ട്, അതായത് ക്യാപ്റ്റൻ ഹ്യൂഗ് റോസ് ഈ ഒരു മരണശേഷം ഝാൻസി റാണിനെ വിശേഷിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഝാൻസി റാണിനെയാണ്. ആരാണ് വിശേഷിപ്പിച്ചത്? ക്യാപ്റ്റൻ ഹ്യൂഗ് റോസ് ആണ് ഇത് വിശേഷിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഹ്യൂഗ് റോസിനെ ഒരു സ്ത്രീയാണെന്നുള്ള പേര് പറഞ്ഞിട്ട് കുറച്ച് ഫൈറ്റ് അല്ല വേണ്ടി വന്നത്, കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വന്നു ഝാൻസി റാണിനെ എന്ത് വധിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. അത് കാരണം കൊണ്ടാണ് വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഹ്യൂഗ് റോസ് ഝാൻസി റാണിനെ വിശേഷിപ്പിച്ചത്. അപ്പൊ ഇതേ ഝാൻസി റാണിനെ തന്നെ നമ്മുടെ ജവഹർലാൽ നെഹ്റു വേറൊരു രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതും പരീക്ഷയ്ക്ക് ഒരു തവണയല്ല പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. എന്ത്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിനെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോ 2 വിശേഷണങ്ങളാണ്. ഒന്ന് ഹ്യൂഗ് റോസ് കൊടുത്തതാണ്. അതെന്ത്? വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവെന്നും, പിന്നെ ജവഹർലാൽ നെഹ്റു എന്താ വിശേഷിപ്പിച്ചത്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നാണ് ജവഹർലാൽ നെഹ്റു ഝാൻസി റാണിനെ വിശേഷിപ്പിച്ചത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അതുപോലെ തന്നെ 1857 വിപ്ലവത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? അതും ഝാൻസി റാണി തന്നെയാണ്. ഈ ഝാൻസി റാണിയുടെ ജീവിതത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് മഹാശ്വേതാദേവി രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ക്വീൻ ഓഫ് ഝാൻസി. ക്വീൻ ഓഫ് ഝാൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഝാൻസി റാണിയുടെ എന്താ പറയാ, ഇത് വെച്ചിട്ട് ജീവിതത്തെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സിനിമയുണ്ട്. കങ്കണ റൗലറ്റ് അവതരിപ്പിച്ചിട്ടുള്ള മണികർണിക എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുണ്ട്. ഹിന്ദിയിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇതില് കുറച്ച് നാള് 2020 അടുത്താണ് ആ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. അതും ആ ഒരു സമയത്ത് റീസെന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് ഭയങ്കര എന്താ പറയാ,
വളരെയധികം വിവാദപരമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. എന്തൊക്കെയോ വിവാദങ്ങൾ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു ആ സിനിമേനെ സംബന്ധിച്ചിട്ട്. അപ്പൊ ജസ്റ്റ് അതൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അങ്ങനെ ചോദിക്കാനൊന്നും പോണില്ല. പക്ഷെ മഹാശ്വേതാ ദേവിയാണ് ക്വീൻ ഓഫ് ജാൻസി എന്നുള്ള പുസ്തകം രചിച്ചത്. അതൊന്ന് അറിഞ്ഞു വെക്കുക. ഇനി അടുത്ത വ്യക്തിയാണ് മൗലവി അഹമ്മദുള്ള ഷാ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈസാബാദിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? മൗലവി അഹമ്മദുള്ള ഷാ എന്ന് പറയുന്നത്. ഇദ്ദേഹം 1956 ഈ ഒരു ചണ്ടിയും കൈപിടിച്ചിട്ട് ഇറങ്ങാണ്. ഓരോ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിശുദ്ധ യുദ്ധം അല്ലെ? മുസ്ലിങ്ങളുടെ വാക്കില് അർത്ഥം എന്താ ഉദ്ദേശിക്കുന്നത്? ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിശുദ്ധ യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടി ഒരു ചെണ്ടയും കൊണ്ട് ഇറങ്ങിയ വ്യക്തിയാണ് ആര്? മൗലവി അഹമ്മദുള്ള ഷാ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? ഡങ്ക ഷാ. ഡങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദിയില് ചെണ്ട എന്നാണ് അർത്ഥം. അപ്പൊ ചെണ്ടയും കൊണ്ട് നടക്കണ ഷാ ആയതുകൊണ്ട് അദ്ദേഹം അറിയപ്പെട്ട പേരാണ് എന്ത്? ഡങ്ക ഷാ എന്ന് പറയുന്നത്. അതുപോലെ ഇദ്ദേഹമാണ് ചിൻഹട്ട് യുദ്ധം എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു യുദ്ധമാണ്. ആ ചിൻഹട്ട് യുദ്ധത്തില് ഹെൻറി ലോറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സൈനിക മേധാവിയുടെ സൈന്യത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് പരാജയപ്പെടുത്തിയ ടീമിലത്തെ ക്യാപ്റ്റൻ നേതാവായിരുന്നു ആര്? മൗലവി അഹമ്മദുള്ള ഷാ എന്ന് പറയുന്നത്. അപ്പൊ ചിൻഹൗദ് യുദ്ധത്തില് ക്യാപ്റ്റൻ ഹെൻറി ലോറൻസിനെ പരാജയപ്പെടുത്തിയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മൗലവി അഹമ്മദുള്ള ഷായാണ്. ഇനി അതുപോലെ തന്നെ ഇവര് എന്താ പറയാ അവധ് മേഖലയിലെ കലാപത്തിന്റെ ഞങ്ങള് എല്ലാവരും ഞാൻ കഴിഞ്ഞ ക്ലാസ് ഒരു മിനിറ്റ് ഓക്കെ. അപ്പോ ഈ മൗലവി അഹമ്മദുള്ള ഷാ എന്ന് പറഞ്ഞത് എന്താണ്? ആള് എവിടെയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത് എവിടെയാണ്? അത് ഫൈസാബാദിലാണ്. ഇദ്ദേഹം എന്തിനാണ് ഗ്രാമങ്ങൾ തോറും ചെണ്ട കൂട്ടി നടന്നിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് നടത്താൻ അഥവാ വിശുദ്ധ യുദ്ധം നടത്താൻ പ്രേരിപ്പിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ ചിൻഹൗട്ട് യുദ്ധത്തില് എന്താണ്? ഹെൻറി ലോറൻസിനെ പരാജയപ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് നമ്മുടെ മൗലവി അഹമ്മദുള്ള ഷായാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോ അതുപോലെ തന്നെ ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു ഇതാണ് എന്തിട്ട്? അവധ് മേഖലയില് അല്ലെങ്കിൽ ഇപ്പത്തെ അയോധ്യ എന്നൊക്കെ പറയണ ഔദ് മേഖലയിലെ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? മൗലവി അഹമ്മദുള്ള ഷാ. ക്ലിയർ ആയോ? അപ്പൊ ഇദ്ദേഹം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ഫൈസാബാദിൽ ആരാണ് സമരം നടത്തിയതെന്ന് ചോദിക്കുന്നല്ലാണ്ട് ഇദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഒന്ന് കുറച്ച് അറിഞ്ഞു വെച്ചു. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇങ്ങനെയുള്ള പേരുകളാണ് കൂടുതലായിട്ട് PSC കേറി ചോദിക്കുന്നത്. അപ്പൊ മൗലവി അഹമ്മദുള്ള ഷായും ഇമ്പോർട്ടന്റ് ആണ്. ഝാൻസി റാണിയേക്കാളും ഞാൻ പറയാന്ന് വെച്ചാൽ ഝാൻസി റാണിയേക്കാളും നമ്മുടെ ബഹദൂർ ഷാ സെക്കൻഡിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇവര്. കാരണം നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കാണ്ട് പോണ കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് PSCക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മൾ പഠിച്ചു പോകുന്നത് മാത്രം PSCക്ക് ചോദിക്കാൻ താല്പര്യം ഉണ്ടാവോ? അങ്ങനെ വെച്ച് പിന്നെ നമുക്ക് എല്ലാവർക്കും ഒന്നും റാങ്ക് കൊടുക്കണമല്ലോ. അപ്പൊ നമുക്ക് കിട്ടാത്തൊരു 10 ക്വസ്റ്റ്യൻ, ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടാവണം എന്ന് അവർ വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിട്ടുപോണ നമ്മൾ ഇങ്ങനെ വല്യാണ്ട് ശ്രദ്ധിക്കാത്ത കുറച്ച് ആൾക്കാരിലൊക്കെയാണ് അവർ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കേട്ടിടുക. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് റാങ്ക് മേക്കിംഗ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകളൊക്കെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും വേറെ സോഴ്സസിൽ നിന്ന് അവൈലബിൾ ആവുന്ന ഡീറ്റെയിൽസും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് പഠിച്ചാൽ കുറേശ്ശെ ഇപ്പോഴാണ്, അതായത് PSCക്ക് നിങ്ങളിപ്പോ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാ ഒരുങ്ങണേന്നുള്ളത് നിങ്ങളിപ്പോ തുടങ്ങിയ കാരണം നിങ്ങൾക്ക് എന്തായാലും ഇപ്പോ അതായത് ഇതിൽ കൂടുതലും ബിഗിനേഴ്സ് ആയതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ എന്തായാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. ടൈം നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് PSCക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മിനിമം നിങ്ങളൊരു 3 വർഷം നിങ്ങൾ ഇതിന്റെ പിന്നിൽ ഇരുന്നാൽ തന്നെയാണ് നിങ്ങൾക്കൊരു ജോലി കിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് കാരണം പറയാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുടങ്ങുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു വർഷം ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു മാസം നോട്ടിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6 മാസത്തിന് ശേഷമായിരിക്കും അതിന്റെ കൺഫർമേഷൻ ഒക്കെ കൊടുക്കാൻ വരിക. അതിനുശേഷം ഒരു 3 മാസത്തിന് ശേഷമായിരിക്കും അതിന്റെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തിട്ട് വരിക. അതായത് ഇക്കൊല്ലം നോട്ടിഫിക്കേഷൻ വന്നാൽ അടുത്ത പോലെ എക്സാം ഉണ്ടാവുള്ളൂ. ആ എക്സാം നടന്നു കഴിഞ്ഞിട്ട് 1 വർഷത്തിന് ശേഷം അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുള്ളൂ. നമ്മൾ ആദ്യത്തെ ഒരു 100 റാങ്കിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ആദ്യത്തെ 1 കൊല്ലത്തിനുള്ളിൽ നമുക്ക് ജോലി കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ 1 കൊല്ലം കൂടി നീളും.
അപ്പൊ ഏകദേശം എത്ര സമയം? ഈ ഒരു 3 വർഷം. അപ്പൊ നമുക്ക് ആ ജോലി കിട്ടണ വരെ നമ്മൾ എന്തായാലും പഠിക്കണം. അപ്പൊ ആ പഠിക്കുമ്പോ ഏകദേശം ഒരു 3 വർഷം നമ്മൾ ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോ നമ്മള് ഒരു 2 വർഷം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്നൊക്കെ വിവരങ്ങള് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്ന് വിവരങ്ങള് ശേഖരിച്ച് കൂട്ടി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ശേഖരിച്ച ഈ റിസോഴ്സ് നമ്മുടെ കയ്യിൽ പക്കയായതിനു ശേഷം അതിന്റെ കൂടെ ഈ കിട്ടുന്ന റിസോഴ്സസിൽ അത് കഴിഞ്ഞ് കിട്ടുന്ന റിസോഴ്സിൽ നിന്ന് നമ്മൾ എന്നിട്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് വരിക്കണം. ഏതൊക്കെ വേണം വേണ്ട എന്നുള്ളതൊക്കെ PYQs വെച്ച് പഠിച്ചതിന് ശേഷം PYQs കുറെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ ഏതൊക്കെ വേണം വേണ്ട എന്നുള്ളത്. അങ്ങനെ സെലക്ട് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഴ്സസിനെ നീക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഴ്സസിനെ അങ്ങനെ നീക്കി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയമാകുമ്പോൾ എന്ന് നോട്ടിഫിക്കേഷൻ വരുന്നോ അന്നത്തോടു കൂടി റിസോഴ്സ് കളക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ വന്നാൽ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള സോഴ്സിനെ വിട്ടുകളയാണ്ട് അതിന് മാക്സിമം അതിന്റെ ഉള്ളിൽ നിന്ന് ഇൻപുട്ട് ഉണ്ടാക്കിയെടുക്കണം. അതായത് മാക്സിമം നമ്മൾ അതിനെ ഗ്രാഫ് ചെയ്ത് പഠിച്ച് റിവൈസ് ചെയ്ത് റീഡ് റിപ്പീറ്റ് റിവൈസ് ഇതന്നെ ചെയ്തോണ്ടിരുന്ന് നമ്മൾ മാക്സിമം നമ്മുടെ കയ്യിലുള്ള സാധനം കളയാണ്ട് മാക്സിമം പഠിച്ച് വാങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു LD എക്സാം വരികയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു അത്യാവശ്യം ഒരു 100 to 150 റേഞ്ചിന്റെ ഉള്ളിലുള്ള റാങ്കിൽ വരും. നിങ്ങൾക്ക് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു +2 ലെവൽ എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു LD ലെവൽ എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടേ നമുക്ക് ഒരു പരീക്ഷ എന്നൊന്നുമില്ല. ഇത് കഴിഞ്ഞ് അടുത്ത പരീക്ഷ, ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്തത്, ആ രീതിയിൽ പോകണം. പക്ഷെ ഏറ്റവും നമ്മൾ പറയാ നമ്മൾ പഠിച്ചൊരു വിധം നമ്മളൊരു ഡ്രൈവിങ്ങിന് പഠിക്കാൻ പോകുമ്പോ നമ്മളൊന്ന് സെറ്റ് ആയതിനു ശേഷം നമ്മൾ ചെന്നതിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ എച്ചിന് ഡേറ്റ് എടുക്കുവോ? ഇല്ല. നമുക്കിത് എന്നാണ് ഓടിക്കാൻ പറ്റണേന്ന് നോക്കി നമ്മുടെ സ്റ്റിയറിംഗ് ഒക്കെ റോഡ് നമ്മുടെ ബാലൻസ് ആയെന്ന് കാണുമ്പോഴാണ് അവര് എച്ചിന്റെ നമുക്ക് ക്ലാസ് തരുന്നേ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് എച്ച് ക്ലാസ് ക്ലിയർ ആയി ഏകദേശം 2 ക്ലാസ് കഴിയുമ്പോഴാണ് നമ്മൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയാലാണ് ടീച്ചർമാര് പറയുന്നത് നമുക്ക് ടെസ്റ്റിനുള്ള ഡേറ്റ് എടുക്കാം. അല്ലാണ്ട് ചെന്നതിന്റെ പിറ്റേ ദിവസം തന്നെ നമുക്ക് ഡേറ്റ് എടുത്ത് തരുമോ അവര്? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മള് ഒരു പാകമായതിനു ശേഷമായിരിക്കണം നമ്മൾ ഒരു എക്സാം ഏത് എക്സാം ആണ് ഞാൻ ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ ഏറ്റവും അടുത്ത് വരുന്ന ഒരു എക്സാം അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരും? അത് വരുന്നത് ഏകദേശം നമുക്കൊരു 3 മാസം മുമ്പേ അറിയാൻ പറ്റും ഈ നോട്ടിഫിക്കേഷൻ വരാറായിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ മാക്സിമം സോഴ്സസ് കളക്ട് ചെയ്ത് വെക്കുക. ആ കളക്ട് ചെയ്ത് പിന്നെ നോട്ടിഫിക്കേഷൻ വന്ന അന്ന് തൊട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് പിന്നെ വേറെ തേടി പോവാൻ നിൽക്കരുത്. അല്ലെങ്കിൽ അവിടെ കണ്ടു ഇന്നലെ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്നൊരു ചോദ്യം കണ്ടു അതൊക്കെ അവിടെ പൊക്കോട്ടെ. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് പക്കയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് മാത്രം പഠിച്ചു പോയാൽ മതി. നല്ലൊരു റാങ്കിൽ നമുക്ക് എത്താൻ പറ്റും. അതായത് ജോലി കിട്ടുന്ന ഒരു റാങ്കിൽ, 1ാം റാങ്കിൽ എത്താം എന്നല്ല ഞാൻ പറഞ്ഞത്. ജോലി കിട്ടുന്ന തരത്തിലുള്ള റാങ്കിൽ എത്തണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന്റെ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ റിസോഴ്സ് കളക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ആകെ കൂടി മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ആ റിസോഴ്സസ് പഠിക്കുക, PYQs മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, MEM മാത്സ് ഇംഗ്ലീഷ് മലയാളം മാക്സിമം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം അല്ലാതെ PSC എന്ന് പറയുന്നത് അത്ര വലിയ എന്താ പറയാ ബാലികേറാമലയൊന്നുമല്ല. അത് നമുക്കൊരു ആ PSCയുടെ ഒഴുക്കിന്റെ ഒപ്പം നമ്മൾ സഞ്ചരിച്ച് അതിനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ഉള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുത്താൽ മതി. ഒരു സ്മാർട്ട് വർക്കാണ് അവിടെ ഏറ്റവും ആവശ്യമുള്ളത്. അതിനനുസരിച്ച് നമ്മൾ പഠിച്ചാൽ മതി. അല്ലാതെ കിട്ടുന്നതും കാണുന്നതും എന്താ പറയാ ഭൂമിക്ക് കീഴിലുള്ള എല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഞാൻ PSC എഴുതാൻ പോകും, ഒരിക്കലും നടക്കില്ല. നമ്മുടെ കയ്യിലുള്ള സിലബസ് പോലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചെത്തില്ല. എത്ര വലിയ ക്യാമനാന്ന് പറഞ്ഞാലും കംപ്ലീറ്റ് സിലബസ് പഠിച്ച് കഴിഞ്ഞിട്ട് ഒരാളും പോയിട്ട് ഇത് എഴുതി ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാവരും ഈ ഒരു ടോപ്പിക് മാക്സിമം അല്ലെങ്കിൽ അവര് മിക്കവാറായിട്ട് 1 2 സബ്ജക്ട് സ്കിപ്പ് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. കാരണം അവർക്ക് സ്കിപ്പ് ചെയ്യാൻ എന്താ കാരണം? ഇപ്പോഴത്തെ അവർക്ക് സ്ട്രോങ് ആണ് ഉറപ്പാണ്. എങ്ങനെ ചോദ്യം വന്നാലും അതുപോലെ ആയിരിക്കണം നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കണം. അതെങ്ങനെ ലിമിറ്റഡ് ആക്കുക? നമ്മള് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വേണം അത് ലിമിറ്റഡ് ആക്കാൻ. ആ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് പക്ക നമ്മുടെ കയ്യിൽ ഉള്ളതാണെന്ന് അറിയിക്കണം. അതായത് അത് ആ ബുക്കിൽ ഉണ്ടായാൽ പോരാ, അത് നമ്മുടെ തലച്ചോറിൽ ഫീഡ് ചെയ്തിട്ടതായിരിക്കണം നിർബന്ധമായിട്ട്. അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് എടുത്തത് നാളെ ഒരു 10 പ്രാവശ്യം വായിക്കുക, മറ്റന്നാൾ ഒരു 5 പ്രാവശ്യം വായിക്കുക. അതായത് നമ്മളൊരു പഠിക്കാൻ വേണ്ടി ഇപ്പൊ ഇന്ന് ഹിസ്റ്ററിയാണ് എടുക്കുന്നത്, അപ്പൊ നാളെ ഹിസ്റ്ററിയാണ് എടുക്കുന്നത് നിങ്ങൾ ഓൾറെഡി ഇന്നേ അറിയുമല്ലോ, അല്ലെങ്കിൽ ഇന്ന് കാലത്തെ അറിയില്ല. എന്തായാലും വൈകിട്ട് ഹിസ്റ്ററിയുടെ ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾ അന്നത്തെ ദിവസം ക്ലാസ്സിന് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ആ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ആ ഹിസ്റ്ററിയുടെ ബുക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ആ ലാസ്റ്റ് എടുത്ത ക്ലാസ് അല്ല വായിക്കുന്നത്. നിങ്ങൾ 1ാമത്തെ പേജ് തൊട്ട് മറിച്ചു നോക്കി.
ഡെയിലി ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നാമത്തെ പേജിൽ നിന്ന് രണ്ടാമത്തെ പേജിലേക്കും അതൊരു 20, 30, 50 പേജ് ഉണ്ടെങ്കിൽ കൂടി മിനിറ്റ് ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ 50 പേജ് വായിച്ചു കഴിഞ്ഞു. ഡെയിലി നിങ്ങളത് വായിച്ചുകൊണ്ടിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇന്നത് ഇവിടെ ഒക്കെ എടുക്കുന്നെന്ന്. അപ്പൊ പിന്നെ നിങ്ങൾക്കത് എന്താ പറയാ വലിയാണ്ട് ഒക്കെ 1 by 1 ആയിട്ട് എല്ലാം വായിക്കേണ്ടി വരില്ല. ഒരു 10 ദിവസം പ്രാക്ടീസ് ചെയ്താൽ 11-ാമത്തെ ദിവസം നമുക്ക് 20 പേജ് മനപ്പാടാണ്. വെറുതെ വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് പഠിക്കാനല്ല, വെറുതെ വായിക്കുക, വായിച്ചു വിടുക. ഒരിക്കലും PSCക്ക് പഠിക്കാനിരിക്കരുത്. പഠിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ സമയം പോവുക. പഠിക്കുന്നതിന് പകരം നിങ്ങൾ ഡെയിലി എടുത്തിട്ട് ഈ ഫസ്റ്റിൽ തൊട്ട് വീണ്ടും വായിക്കുക. കിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും ഇപ്പൊ ഒരുവിധം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ പേജ് മറിച്ച് അപ്പുറത്തെ പേജിലേക്ക് മറിച്ചിട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോ അയ്യോ മറ്റേത് ഞാൻ മറന്നുപോയി, അപ്പൊ ഒന്നുകൂടി എടുത്ത് ചെയ്യരുത്. ഇപ്പൊ വായിക്കുക, അത് അപ്പുറത്തെ പേജ്, അപ്പൊ പോട്ടെ കിട്ടിയില്ലെങ്കിൽ വേണം, നാളെ വായിക്കുമ്പോ കിട്ടുമല്ലോ, നാളെ വായിക്കാം എന്നുള്ള നിലയിൽ തന്നെ മറിച്ചു പോകണം. അങ്ങനെ പഠിച്ചാൽ തന്നെയാണ് നമുക്ക്, അതായത് അതൊരു എന്താ പറയാ ഒരു ട്രിക്കാണ് നമ്മുടെ മനസ്സിൽ. അതായത് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളൊരു 5 ദിവസം അലാം വെച്ചിട്ട് 5 മണിക്ക് എണീറ്റു. 6-ാമത്തെ ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം നമ്മൾ 5 മണിക്ക് അലാം വെച്ചിട്ട് എണീറ്റ് കഴിഞ്ഞാൽ 11-ാമത്തെ ദിവസം അലാറം ഇല്ലാതെയും നമ്മൾ 5 മണിക്ക് എണീക്കും. ഇല്ലേ? ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെയാണ്. അലാമിന്റെ ആവശ്യം ഇല്ല നമുക്ക്. 5 മണിന്നാവും നമ്മൾ ഓട്ടോമാറ്റിക്കലി എണീക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇതും. റിപ്പീറ്റ് ചെയ്തിട്ട് ഇത് വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളില് കിട്ടാത്ത പോയിന്റ്സ്, ഇന്നലെ വായിച്ചിട്ട് കയറാത്ത പോയിന്റ് ഇന്ന് വായിക്കുമ്പോൾ കയറിയിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, നമുക്ക് ഉറപ്പായിട്ടും വിജയത്തിലെത്താൻ പറ്റും. കാരണം ഇത് 100% സക്സസ് കിട്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഷിൻഡോ സാറിന്റെ ടെക്നിക്കാണ്. ഞങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ട് കിട്ടിയിട്ടാണ്. അതിന്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് എന്തായാലും എന്താ പറയാ ഒരു 3 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഈ LDയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സാർ അത് കാണിച്ചു തരും നിങ്ങൾക്ക് എങ്ങനെയാണ്. ഓക്കെ, അപ്പോ ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് ഷാമാൾ എന്ന് പറഞ്ഞ വ്യക്തിനെയാണ്. അതായത് ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയില് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? ഷാമൽ എന്ന് പറയും. ഷാമൽ അഥവാ ഷാമാൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ശ്യാമള എന്നൊക്കെ പറയും. അതുപോലത്തെ ഒരു പേരാണ് ഷാമൾ. ഇങ്ങനെ 2 രീതിയിലാണ് അദ്ദേഹത്തിന്റെ പേര് പറയാറുണ്ട്. അപ്പൊ ഉത്തർപ്രദേശിലുള്ള ബറൌട്ട് പർഗാനയിലാണ് ഇദ്ദേഹം ഈ കലാപത്തിന് നേതൃത്വം നൽകുന്നതാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ രാജാവ് അല്ലെങ്കിൽ നാട്ടുരാജാവ് ഒന്നും അല്ലായിരുന്നെ. ഒരു നാട്ടുരാജ്യത്തെ പ്രഭു ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം എന്ന് പറയുന്നത് അവിടെ ഒരു 84 ഗ്രാമങ്ങളിലായിട്ട് വ്യാപിച്ചു കിടന്നിരുന്ന ഒരു കർഷക കുലമുണ്ട്. ജാട്ട് എന്നാ പറയാ. കുലത്തിന്റെ പേര് ജാട്ട് എന്ന. അതിനുണ്ടായിരുന്ന ഒരു അംഗമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ജാട്ട് ത്തിൽപ്പെട്ട ഒരാളായിരുന്നു ആര്? ഈ ഷാമാൾ എന്ന് പറയുന്നത്. ഇദ്ദേഹം എല്ലാവരും ഈ ഒരു എന്താ പറയാ ആ ഒരു സമയത്ത് എന്താ പറയാ നമ്മുടെ ഈ കർഷകർക്ക് ഈ നികുതി കൊണ്ട് പൊറുതിമുട്ടിയ സമയത്ത് അവർ ഈ ജാട്ടുകുലത്തിലുള്ള ആളുകൾ എല്ലാവരും സംഘടിച്ചിട്ട് അവരുടെ ഒരു നേതാവാക്കിയിട്ട് ഇദ്ദേഹത്തിനെ നിർത്തി. ഇദ്ദേഹത്തിന്റെ കടന്നുവരവോട് കൂടിയാണ് അതുവരെ ഇല്ലാന്ന ഈ ഒരു നമ്മുടെ ബ്രിട്ടീഷുകാരെ എന്താ പറയാ ബഹുമാനക്കുറവോടുകൂടി പറയാന്ന് പറയില്ലേ, അല്ലെങ്കിൽ അത് കളിയാക്കുന്ന രീതിയിൽ വിളിച്ചിരുന്ന പേരാണ് ഫിറങ്കി എന്ന് പറയുന്നത്. അപ്പൊ ഫിറങ്കി രാജ് എന്ന് പറഞ്ഞ സംഭവം ഇതോടുകൂടി ഇല്ലാതാവും എന്നുള്ളത് ഈ ജാട്ട് സമുദായക്കാർക്ക് തോന്നാൻ കാരണം ഇദ്ദേഹത്തിന്റെ വരവോടുകൂടിയാണ്. അപ്പൊ ഇദ്ദേഹം എവിടെയാണ്? ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിലാണ് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം ജാട്ട് കർഷക വംശത്തിലത്തെ ഒരു വ്യക്തിയായിരുന്നു. 84 ഗ്രാമങ്ങളിലായിട്ട് എന്താ പറയാ ഇങ്ങനെ വ്യാപിച്ചു കിടന്നിരുന്ന കുറച്ച് കർഷകരുടെ ഒരു ഗോത്രമായിരുന്നു എന്ത്? ജാട്ട് എന്ന് പറയുന്നത്. അതിന്റെ നേതാവായിരുന്നു ആര്? ഷാമൽ. ഓക്കെ, ഇനി അടുത്തത് പറയുന്നതാണ് ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറഞ്ഞാൽ ഔദിലെ അല്ലെങ്കിൽ അവധ് ഇങ്ങനെയൊക്കെ പേര് പറയുന്നത് കാണാം. അല്ലെങ്കിൽ അയോധ്യ, ഇപ്പോഴത്തെ അയോധ്യ എന്നത്തെ അവധ് അല്ലെങ്കിൽ ഔദ്. ഇവിടുത്തെ അവസാനത്തെ നവാബായിരുന്നു ആര്? വാജിദ് അലി ഷായായിരുന്നു ഔദിലെ അവസാനത്തെ നവാബ് എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഔദിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഗംഗാ നദിയുടെ തീരത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ വളരെയധികം നല്ല എക്കൽ മണ്ണുള്ളതാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് കിട്ടുന്ന സ്ഥലമാണ്. എല്ലാം കൊണ്ടും വളരെ എന്താ പറയാ സമ്പൽ സമൃദ്ധമായിട്ടുള്ള മണ്ണുള്ള സ്ഥലമാണ്. അപ്പൊ ഈ ബ്രിട്ടീഷുകാരുടെ കണ്ണില് ബംഗാൾ കഴിഞ്ഞ് അടുത്തത് കിടക്കുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു ഇത് ഔദ് എന്ന് പറയുന്നത്. 1801 ഒരു സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ട് റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്നിട്ടുള്ള ഒരു സമ്പ്രദായമായിരുന്നു ഈ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്.
അത് 1798 കൊണ്ടുവന്നിട്ടുള്ള ഒരു സമ്പ്രദായമാണ് ഈ എന്താ പറയാ സൈനിക സഹായ വ്യവസ്ഥ. അതിലെന്താ പറയണേന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ്. ഓക്കെ, അതിലെന്താ പറയണേന്നുണ്ടെങ്കിൽ ഈ ഓരോ നാട്ടുരാജ്യക്കന്മാര് ഈ ബ്രിട്ടീഷുകാരുടെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുകയാണ്. അവരായിട്ട് ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കരാറിൽ ഒപ്പുവെക്കാണ്. ആ കരാറിൽ ഒപ്പുവെക്കുന്നതോടുകൂടി ഈ ഈ രാജ്യത്തിന്റെ സംരക്ഷണം ബ്രിട്ടീഷ് സൈന്യം ഏറ്റെടുക്കും. രാജ്യം ഭരിക്കുന്നത് ആ നാട്ടിലത്തെ പ്രഭു തന്നെയാണ്, അല്ലെങ്കിൽ ജമീന്ദാർ തന്നെയാണ്, അല്ലെങ്കിൽ ആ നാടുവാഴി തന്നെയാണ് ഭരിക്കുന്നത്. പക്ഷെ അവർക്ക് വേണ്ടിയുള്ള സംരക്ഷണം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവിടെ മറ്റുള്ള നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്കുള്ള സംരക്ഷണം ആര് നൽകും? ഈ ബ്രിട്ടീഷ് സൈന്യം നൽകും. അതിനു വേണ്ടിയിട്ട് അപ്പൊ ഇവിടുത്തെ കുറച്ച് ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ ആര് ഇടപെടും? ഈ ബ്രിട്ടീഷുകാർ ഇടപെടും. അല്ലെങ്കിൽ സൈനിക കാര്യങ്ങളിലൊക്കെ ആര് ഇടപെടും? ബ്രിട്ടീഷുകാർ ഇടപെടും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു റെസിഡന്റിനെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു റെസിഡന്റിനെയും കൂടി ബ്രിട്ടീഷുകാർ ആ രാജ്യത്ത് ഏൽപ്പിക്കും. നമ്മുടെ തിരുവിതാംകൂർ ഒക്കെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പിട്ടിട്ടുള്ള നാട്ടുരാജ്യങ്ങളിൽ ഒന്നാണ്. അപ്പൊ അതുപോലെ തന്നെ ഔദിനെ ബലമായിട്ട്, പക്ഷെ മറ്റേതൊക്കെ എന്താ പറയാ ബലമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇവര് സ്വമേധയാ വന്നിട്ട് ചേർന്നിട്ടുള്ളതാണ്. പക്ഷെ ഔദിനെ ബലമായിട്ടാണ് 1801 ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെപ്പിക്കുന്നത്. അതിനുശേഷം 1856 വാജിദ് അലി ഷാനെ കൽക്കട്ടയ്ക്ക് നാടുകടത്താണ്. അദ്ദേഹത്തിന് ബ്രിട്ടീഷ് സൈന്യത്തോടുള്ള കൂറുമാറ്റം പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം എന്താ പറയാ നന്ദികേട് കാണിച്ചു എന്നുള്ള പേരും പറഞ്ഞിട്ട് വാജിദ് അലി ഷാനെ കൽക്കത്തയിലേക്ക് നാടുകടത്തും. അതിനുശേഷം എന്താണ് ഈ ദത്തവകാശ നിരോധന നിയമപ്രകാരം അതായത് ഇദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ഗുർജിസ് ഖാദറിനെ, അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ വാജിദ് അലി ഷായുടെ ആദ്യ ഭാര്യയാണ് ബീഗം ഹസ്രത്ത് മഹൽ. അവരുടെ അനന്തരാവകാശിയായ ഗുർജിസ് ഖാദറിന് കൊടുക്കാണ്ട് ബ്രിട്ടീഷ് സൈന്യം ഈ ഔദിനെ അവർക്ക് സ്വന്തമായിട്ട് എടുക്കുകയാണ്. അതായത് ഔദിനെ അവരവരുടെ ആധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരികയാണ്. അപ്പൊ അതിനെതിരായിട്ട് യുദ്ധം ചെയ്ത വ്യക്തിയാണ് ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്നത്. ബീഗം ഹസ്രത്ത് മഹല് ലക്നൗ, ആഗ്ര, ഔദ് ഇവിടെയൊക്കെ യുദ്ധം ചെയ്തത് അല്ലെങ്കിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഗം ഹസ്രത്ത് മഹലാണ്. നാനാ സാഹിബായിട്ടും താന്തിയ തോപ്പി അതേപോലെ ഫൈസാബാദിലെ മൗലവിയൊക്കെ ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് ബീഗം ഹസ്രത്ത് മഹൽ ആർക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ടാകുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പൊ നാനാ സാഹിബായിട്ടും പിന്നെ മൗലവി അഹമ്മദുള്ള ഷായായിട്ടൊക്കെ ചേർന്നിട്ടാണ് ബീഗം ഹസ്രത്ത് മഹൽ യുദ്ധം ചെയ്തിട്ടുണ്ടാകുന്നത്. ക്ലിയർ ആണോ? അങ്ങനെ പക്ഷെ ഒരുമിച്ച് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാലും ബീഗം ഹസ്രത്ത് മഹലിനെ അങ്ങനെ ജയിക്കാനൊന്നും പറ്റിയില്ല. ഇവര് ഒരു സമയത്ത് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയിട്ട് ബ്രിട്ടീഷ് ഖാദറിനെ പിടിച്ചിട്ട് സൈനിക തലവനൊക്കെ ആക്കുന്നുണ്ട്. പക്ഷെ എന്തുണ്ടാവാണ്? ബ്രിട്ടീഷ് ഖാദർ കൊല്ലപ്പെടുന്നുണ്ട്. വീണ്ടും ബ്രിട്ടീഷ് ഖാദർ ഔദിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യും, കലാപത്തിന് പുറപ്പെടും. ആ കലാപത്തിൽ ആര് മരിക്കും? ഈ ബ്രിട്ടീഷ് ഖാദർ മരിക്കും. അപ്പോ ബീഗം ഹസ്രത്ത് മഹലിന് എന്താ പറയാ ഒളിവിൽ പോകേണ്ടി വരികയാണ്. അല്ലെങ്കിൽ അവര് നേപ്പാളിലോട്ട് കടന്നു കളയും. അതായത് പിന്നെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ കൊല്ലും, അല്ലാണ്ട് അവര് നാട് കടത്തൊന്നാവില്ല. ബ്രിട്ടീഷുകാർ കൊല്ലും തോന്നിയപ്പോ അവര് നേപ്പാളിൽ പോയിട്ട് അഭയം പ്രാപിക്കുകയാണ് ചെയ്തത്. കുറെ ആൾക്കാരുണ്ട് നേപ്പാളിൽ പോയിട്ട് അഭയം പ്രാപിച്ചത്. അതിൽ രണ്ടാമത്തെ ആളാണ് നാനാ സാഹിബ്. നാനാ സാഹിബും എവിടെയാണ്? നേപ്പാളിൽ പോയിട്ട് അഭയം പ്രാപിച്ച ഒരാളാണ്. നാനാ സാഹിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അദ്ദേഹത്തിന്റെ പേര് ധോണ്ടു പന്ത് എന്നാണ്. ധോണ്ടു പന്ത്. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധോണ്ടു പന്താണ്. ബീഗം ഹസ്രത്ത് മഹലിനെ കഴിഞ്ഞു. ഇനി അടുത്ത വ്യക്തിയാണ് ആര്? നാനാ സാഹിബ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധോണ്ടു പന്ത് എന്നാണ്. ഇദ്ദേഹത്തിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു ആര്? താന്തിയ തോപ്പി എന്ന് പറയുന്നത്. രാമചന്ദ്ര പാണ്ഡുരംഗ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നായിരുന്നു. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നായിരുന്നു ആര്? താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം. അപ്പൊ എന്താ പറയാ നാനാ സാഹിബ് ഉത്തർപ്രദേശിലെ കാൺപൂർ ജില്ലയിലെ ബിത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിക്കുന്നത്. കാൺപൂർ ജില്ലയിലുള്ള ബിത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ച വ്യക്തിയാണ് ആര്? നാനാ സാഹിബ്. മൂന്നാം നെപ്പോളിയൻ എന്ന് സ്വയം അവകാശപ്പെട്ട വ്യക്തിയാണ് ആര്? നാനാ സാഹിബ്. മൂന്നാം നെപ്പോളിയൻ എന്ന് സ്വയം അവകാശപ്പെട്ട വ്യക്തിയാണ് ആര്? നാനാ സാഹിബ് എന്ന് പറയുന്നത്. മൂന്നാം നെപ്പോളിയൻ എന്ന് സ്വയം അവകാശപ്പെട്ട വ്യക്തിയാണ് ആര്? നാനാ സാഹിബ്. ഇനി ഇദ്ദേഹം എന്ന് പറയുന്നത് അന്നത്തെ കാൺപൂരിൽ ഉണ്ടാകുന്ന പേഷ്വാ ബാജി റാവു സെക്കൻഡിന്റെ അല്ലെങ്കിൽ പേഷ്വാ ബാജി റാവുവിന്റെ
ദത്തുപുത്രനായിരുന്നു ആര്? നാനാ സാഹിബ്. അപ്പൊ ഈ പേഷ്വാ ബാജിറാവു മരിക്കണ സമയത്ത് ഓട്ടോമാറ്റിക്കലി സ്ഥാനം കിട്ടുന്നത് ആർക്കാണ്? നാനാ സാഹിബിനാണ്. പക്ഷെ ദത്തവകാശ നിരോധന നിയമപ്രകാരം അത് അദ്ദേഹത്തിന് കിട്ടണില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു വെക്കണ ഒരു പെൻഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതും ഇദ്ദേഹത്തിന് നിഷേധിക്കുകയാണ്. നീ ദത്തുപുത്രനായതുകൊണ്ട് നിനക്ക് അതും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നാനാ സാഹിബിനെ എന്ത് നിഷേധിക്കുകയാണ്? ഈ ഒരു പെൻഷൻ കൂടി നിഷേധിക്കുമ്പോഴാണ് നാനാ സാഹിബിന് ദേഷ്യം വരുന്നത്. ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരുമല്ലോ, എനിക്ക് കിട്ടണതൊന്നും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ദേഷ്യം വന്നപ്പോഴാണ് അദ്ദേഹം എന്തിന് ഈ ഒരു വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് കാൺപൂരില് വിപ്ലവത്തിന് നേതൃത്വം നൽകാൻ തയ്യാറാവുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 57-ലെ വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടി നമുക്ക് പറയാൻ പറ്റുന്ന വ്യക്തിയാണ് ആര്? നാനാ സാഹിബ്. എല്ലാം ബാക്കിൽ നിന്നിട്ട് ചരട് വലിച്ചോടുന്ന വ്യക്തിയാണ് ആര്? നാനാ സാഹിബ്. ഇദ്ദേഹത്തിന് വേണ്ടി യുദ്ധം ചെയ്തത് മെയിൻ ആയിട്ട് ആരാണ്? താന്തിയ തോപ്പിയാണ്. അവസാനം എന്താണ് ഇത് എന്താ പറയാ, ഈ ഒരു ബ്രിട്ടീഷുകാരുടെ അധിക്ഷേപമൊക്കെ കാരണമാണ് ഇദ്ദേഹം ഇതാക്കണമെന്നുണ്ടെങ്കിലും ഈ 57-ല് നാനാ സാഹിബിനെ ബ്രിട്ടീഷുകാര് 57 ജൂലൈയില് നാനാ സാഹിബിനെ ബ്രിട്ടീഷുകാര് എന്ത് ചെയ്യാണ്? പരാജയപ്പെടുത്താണ്. അപ്പോ ഇവര് നാനാ സാഹിബ് കാൺപൂരിൽ നിന്ന് ബിത്തൂരിലേക്ക് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ബിത്തൂരിലേക്ക് രക്ഷപ്പെട്ടിട്ട് അവിടെ പോയിരുന്നിട്ട് പിന്നെ അവിടെ ഇരുന്നിട്ട് താന്തിയ തോപ്പിനെ വെച്ചിട്ട് അദ്ദേഹം യുദ്ധം ചെയ്യും. 1758-ല് താന്തിയ തോപ്പി ഝാൻസി റാണിയൊക്കെ മരണപ്പെട്ടപ്പോ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് രക്ഷയില്ല, ഇനി എന്നെ ഇവര് പിടിച്ച് തൂക്കിലേറ്റുള്ളൂ, ഇവരെന്നെ വധിക്കുള്ളൂ. കാരണം അത്രയധികം നാശനഷ്ടങ്ങൾ ആർക്ക് വരുത്തിയിട്ടുണ്ട്? ബ്രിട്ടീഷ് സൈന്യത്തിന് വരുത്തിയിട്ടുള്ളത് കൊണ്ട് ഇവരെന്നെ ഉറപ്പായിട്ടും വധിക്കുന്നത് കണ്ടപ്പോ ഇദ്ദേഹവും അഭയം പ്രാപിക്കുകയാണ്. അവിടെ നേപ്പാളിലോട്ട് പോയിട്ട് അവിടെ രക്ഷപ്പെട്ട് ഓടിപ്പോയി അവിടെ അഭയം പ്രാപിക്കുകയാണ് ചെയ്തത്. പിന്നെ അവരൊന്നും തിരിച്ചു വന്നിട്ടില്ല. അവരൊക്കെ പിന്നെ നേപ്പാളില് താമസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ബീഗം ഹസ്രത്ത് മഹലും നാനാ സാഹിബും രക്ഷപ്പെട്ട് ഓടിയത് എവിടേക്കാണ്? നേപ്പാളിലോട്ടാണ് രക്ഷപ്പെട്ട് ഓടിയത്. ക്ലിയർ ആണോ? 1724-ലാണ് നാനാ സാഹിബ് എന്താ പറയാ ജനിക്കുന്നത്. കാൺപൂരിലുള്ള ബിത്തൂരിലാണ് ജനിക്കുന്നത്. പേഷ്വാ ബാജിറാവുവിന്റെ ദത്തുപുത്രനാണ്. അനന്തരാവകാശിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് പോലും എന്നിട്ട് ഇദ്ദേഹത്തിന് പേഷ്വ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യായമായിട്ടുള്ള അവകാശവാദം അംഗീകരിച്ചിട്ടില്ല. അത് മാത്രമല്ല ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട പെൻഷനും ബ്രിട്ടീഷുകാർ നിഷേധിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു ദേഷ്യത്തിലാണ് നാനാ സാഹിബ് ഈ ഒരു കലാപത്തിന് നേതൃത്വം ഏറ്റെടുക്കുന്നത്. പിന്നെ 1757-ല് ഇദ്ദേഹം ബിത്തൂരിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും നാനാ സാഹിബിനെ പരാജയപ്പെടുത്തിയപ്പോ ഇദ്ദേഹം ബിത്തൂരിൽ ചെന്നിരുന്നിട്ട് താന്തിയ തോപ്പിനെയും ഝാൻസി റാണിയും വെച്ചിട്ട് യുദ്ധം ചെയ്യിപ്പിച്ചു. പക്ഷെ ഇവർ രണ്ടുപേരും മരണപ്പെട്ടപ്പോ അദ്ദേഹം എവിടേക്ക് പലായനം ചെയ്തു? നേപ്പാളിലോട്ട് പലായനം ചെയ്യാണ് ചെയ്തത്. ഇനി ഓൾറെഡി പറഞ്ഞ വ്യക്തിയാണ് ആര്? താന്തിയ തോപ്പി. നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയായിരുന്നു ആര്? താന്തിയ തോപ്പി എന്ന് പറയുന്നത്. നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയാണ്. ശരിക്കും നെയിം എന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ് രാമചന്ദ്ര പാണ്ഡുരംഗ് ഹെഗ്ഡെ അല്ലെങ്കിൽ തോപ്പെ അങ്ങനെയൊക്കെ പറയും. രാമചന്ദ്ര പാണ്ഡുരംഗ് അത്രയും പഠിച്ചാൽ മതി. രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നുള്ളതാണ് താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം. ഇദ്ദേഹം ഗ്വാളിയോറില് ഝാൻസി റാണിക്ക് വേണ്ടിയിട്ടും കാൺപൂരില് നമ്മുടെ നാനാ സാഹിബിന് വേണ്ടിയിട്ടും യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോ ഗ്വാളിയർ യുദ്ധത്തിന് ശേഷമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ എന്താ പറയാ നാനാ സാഹിബിന്റെ ബന്ധുവായിരുന്ന ഒരു വ്യക്തിയുണ്ട്, റാവു സാഹിബ് എന്ന് പറയും. നാനാ സാഹിബിന്റെ ബന്ധുവായിരുന്ന ഒരു വ്യക്തിയാണ് റാവു സാഹിബ്. ഇദ്ദേഹവും താന്തിയ തോപ്പിയും കൂടിയിട്ട് ഗ്വാളിയോർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ കടുത്തൊരു കലാപം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഒരു രൂക്ഷമായിട്ടുള്ള ഒരു ആക്രമണമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഇതില് ഇദ്ദേഹത്തിന് ഒളിവിൽ പോണ്ടി വരുന്നു. പിന്നെ ബ്രിട്ടീഷുകാരെ കിട്ടി അവര് കൊല്ലില്ലേ. അപ്പൊ ഇദ്ദേഹം പോയിട്ട് അവിടെ ഒളിവിലിരിക്കും. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു. അത് മാൻസിംഗിന്റെ കൊട്ടാരത്തില് ഇദ്ദേഹം പോയിട്ട് ഒളിവിലിരിക്കുകയാണ്. പക്ഷെ ഈ മാൻസിംഗ് എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാര് കുറച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞപ്പോ മാൻസിംഗ് നൈസായിട്ട് താന്തിയ തോപ്പിനെ ഒറ്റും. ശരിക്കും പറഞ്ഞാൽ ട്രൈറ്റർ ഓഫ് താന്തിയ തോപ്പി എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? മാൻസിംഗ്. മാൻസിംഗ് എന്ന് പറയുന്നത് ഒറ്റുകാരനാണ്. ബ്രിട്ടീഷുകാർക്ക് ഒറ്റ കൊടുക്കാണ്. എന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ആര് ഇരിക്കുന്നുണ്ട്? താന്തിയ തോപ്പി ഇരിക്കുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ പിടിച്ചോണ്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് താന്തിയ തോപ്പിക്ക് ഇട്ടിട്ട് ഒരു പണി വെച്ചിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് മാൻസിംഗ് ഒറ്റി കൊടുക്കുന്നത്. അങ്ങനെ ഒറ്റി കൊടുത്തിട്ട് ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിനെ പിടിച്ചു വെക്കും. റിച്ചാർഡ് ജോൺ മീഡ്സിന്റെ നേതൃത്വത്തിലാണ് എന്താ പറയാ നമ്മുടെ താന്തിയ തോപ്പിനെ അറസ്റ്റ് ചെയ്യുന്നത്. റിച്ചാർഡ് ജോൺ മീഡ്സ് എന്ന് പറയും. ആ വ്യക്തിയുടെ പേര് അതാണ്, റിച്ചാർഡ് ജോൺ മീഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ 1859 ഏപ്രിൽ 18-ന് താന്തിയ തോപ്പിനെ തൂക്കിലേറ്റാണ്. 1859
മെയ് 18-ന്. അപ്പോ ഒന്ന് പറഞ്ഞേ, ഝാൻസി റാണി വധിക്കപ്പെട്ട ദിവസം എന്നാ? ഝാൻസി റാണി. 1858 വധിക്കപ്പെട്ട ദിവസം എന്നാ? 1858 ജൂൺ 18. 1858 ജൂൺ 18-നാണ്. ജൂലൈ അല്ല, ജൂൺ 18. 1858 ജൂൺ 18-നാണ് ആര് നമ്മുടെ ഝാൻസി റാണി വധിക്കപ്പെടുന്നത്. നമ്മുടെ ഗാന്ധിയ തോപ്പിനെ കൊല്ലുന്നത് തൂക്കിലേറ്റുന്നത് എന്നാണ്? 1859 ഏപ്രിൽ 18-നാണ്. അതുപോലെ മംഗൾ പാണ്ഡെനെ തൂക്കിലേറ്റുന്നത് എന്നാണ്? 1857 ഏപ്രിൽ 8-നാണ്. അത് കഴിഞ്ഞ് 2 വർഷവും 10 ദിവസത്തിന് ശേഷമാണ് ആരെ ഗാന്ധിയ തോപ്പിനെ തൂക്കിലേറ്റുന്നത്. 1859 ഏപ്രിൽ 18-ന്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗാന്ധിയ തോപ്പിനെ പരാജയപ്പെടുത്തിയിട്ടുള്ള സൈന്യാധിപൻ, ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർ കോളിൻ ക്യാമ്പൽ ആണ്. സർ കോളിൻ ക്യാമ്പൽ. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിന്റെ സൈനിക തലവനായിട്ട് ചുമതലയേറ്റിരുന്ന വ്യക്തിയാണ് ആര്? സർ കോളിൻ ക്യാമ്പൽ എന്ന് പറയുന്നത്. ആ സമയത്ത് ഉണ്ടാകുന്ന സൈനിക തലവനായിരുന്നു ആര്? സർ കോളിൻ ക്യാമ്പൽ. അപ്പൊ ഇതൊരു PYQ ആണ്. ഗാന്ധിയ തോപ്പിനെ പരാജയപ്പെടുത്തിയിട്ടുള്ള ബ്രിട്ടീഷ് സൈനിക തലവനാണ് ആര്? സർ കോളിൻ ക്യാമ്പൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഝാൻസി റാണിനെ വധിച്ചത് ആരാണ്? സർ ഹ്യൂഗ്രോസ് ആണ്. ക്യാപ്റ്റൻ ഹ്യൂഗ്രോസ് ആണ് ആരെ വധിക്കുന്നത്? ഝാൻസി റാണിനെ വധിച്ചത്. അപ്പൊ ഇത്രയ്ക്കാണ് എന്തിട്ട് നമ്മുടെ 1857 വിപ്ലവവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ ആളുകളുടെ പേര്. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇതിന്റെ എന്താ പറയാ, ഈ ഒരു ഇതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു വിപ്ലവം കാരണം ഉണ്ടായ കുറച്ച് ഫലങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ആദ്യത്തെ കാര്യമാണ് ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ചു. ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ച യുദ്ധം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കലാപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? 1858-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ 1858-ലെ ശിപ്പായി ലഹളയാണ് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ചത്. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതോടുകൂടി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ്, നിങ്ങള് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ് എടുത്ത് തുടങ്ങിയോ? കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് കിട്ടിയിട്ട് തുടങ്ങിയോ? ഇതുവരെ കിട്ടിയിട്ടില്ലേ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്? ഓക്കെ, നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് എടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ കുറെ നിയമങ്ങൾ വരും. അതായത് ക്രൗൺ റൂള്, പിന്നെ കമ്പനി റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ റൂളുകളൊക്കെ പഠിക്കാനുണ്ട്. അതില് ചാർട്ടർ ആക്ടുകൾ, ഒരു 4 ചാർട്ടർ ആക്ട്, പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അങ്ങനെ ഇന്ത്യൻ കൗൺസിൽ ആക്ടുകൾ, ഇങ്ങനത്തെ കുറച്ച് ആക്ടുകളൊക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ പഠിച്ചു തുടങ്ങുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ട് ആണ് 1858-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അതായത് ഈ ഒരു യുദ്ധം കഴിഞ്ഞപ്പോ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മനസ്സിലായി അതുവരെ ഇവിടെ ഇന്ത്യയിൽ ഗവർണർ ജനറൽ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോസ്റ്റിലായിട്ടാണെങ്കിലും ഇരുന്നിരുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ തലവന്മാരായിരുന്നു. അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമിക്കുന്ന ആളുകളാണ് ഇവിടെ ഭരണം നടത്തുന്നുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകാര്യങ്ങളിൽ, നമ്മുടെ രാഷ്ട്രീയ ഭരണകാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ടായിരുന്നത്. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റിന് ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ഇവർ ഭരിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് ബ്രിട്ടീഷുകാർക്ക് പണിയാവുള്ളൂ, ബ്രിട്ടീഷ് പാർലമെന്റിന് തന്നെ പണിയാവുള്ളൂ. അപ്പോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇതോടുകൂടി, ഈ ഒരു യുദ്ധത്തോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു കലാപത്തോടു കൂടി സ്റ്റോപ്പ് ചെയ്യാണ്. അതിന് പകരം ആര് വരികയാണ്? ബ്രിട്ടീഷ് ക്രൗൺ ഇവിടെ ഭരണം ആരംഭിക്കുകയാണ്. അതായത് ബ്രിട്ടീഷ് ക്രൗണിന്റെ നേരിട്ടുള്ള ഭരണം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്? 1857-ലെ ഈ വിപ്ലവത്തിന് ശേഷമാണ്. അതുവരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് നമ്മുടെ രാജ്യത്തിനെ അല്ലെങ്കിൽ ഇന്ത്യനെ ഭരിക്കുന്നുണ്ടാകുന്നത്. ഈ ഒരു യുദ്ധത്തിന് ശേഷമാണ് എന്നിട്ട് ബ്രിട്ടീഷ് ക്രൗൺ നമ്മുടെ ഇന്ത്യനെ നേരിട്ട് ഏറ്റെടുക്കുന്നത്. അതിനുശേഷം എന്താണ്? ക്രൗണിന്റെ നേതൃത്വത്തിൽ അണ്ടറിലായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ വികസനവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ ഒരു
1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് അറിയപ്പെടുന്നത് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ ലിബർട്ടീസ് ആണ്. അതായത് സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യത്തെ മാഗ്ന കാർട്ട എന്നൊക്കെ പറയും. ബെറ്റർ ഗവൺമെന്റ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ്, ഒരു വാക്യം വെച്ചിട്ടാണ് ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത്. അപ്പൊ ഈ ഒരു ആക്ട് വരാൻ കാരണം എന്താണ്? 1857 വിപ്ലവമാണ്. അത് പ്രകാരം എന്തിട്ടുണ്ടായി? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യയില് ഇന്ത്യ എന്ന് പറയുന്നത് നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രൗണിന്റെ കീഴിൽ വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താ പറയാ, സാമൂഹിക കലാപശേഷം കുറെ സാമൂഹിക പരിഷ്കരണങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പൊ ഈ പരിഷ്കരണം വരുന്നതോടുകൂടി കുറെ ആൾക്കാര് എന്താ പറയാ, പഴയ ചിന്താഗതിയിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ, വിദ്യാഭ്യാസത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങുന്നത് ഇതിന് ശേഷമാണ്. അതുപോലെ ഈ ഒരു യുദ്ധത്തിന് ശേഷം ഇവർക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ തോൽപ്പിക്കാൻ പറ്റും, ഇവര് നമ്മൾ എന്തെങ്കിലും ഇട്ട് പണിയും. അപ്പോ ഇത് നമുക്ക് നല്ലൊരു മുട്ടൻ പണി തരും. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വർഗീയത വെച്ചിട്ട് ഭിന്നിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ സുഖമായിട്ട് നമുക്കിവിടെ ഭരിച്ചു സുഖിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മാക്സിമം അടിച്ചു മാറ്റാനുള്ളതൊക്കെ അടിച്ചു മാറ്റാം എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വരും. അപ്പൊ അതും അങ്ങനെ ആ ഒരു വ്യക്തി, ഇതിനു ശേഷമാണ് ഹിന്ദു മുസ്ലിം ഭിന്നിപ്പ് ബ്രിട്ടീഷുകാർ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യയുടെ ദേശീയ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് കുറെ ഇൻസ്പിറേഷനായിട്ട് കുറെ ആളുകൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇന്ത്യ എന്ന ദേശീയ പ്രസ്ഥാനം ഒക്കെ രൂപം കൊള്ളുന്നത് ഇതിന് ശേഷമാണ്. അതുപോലെ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയതും ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ, ഈ ഒരു കലാപം വഴിയാണ്. അപ്പൊ ഇത് വെച്ചിട്ട് അതുവരെ ഞാൻ ഗവർണർ ജനറൽ എന്നുള്ള പദവി എടുത്തു മാറ്റിയിട്ടാണ് പിന്നീട് 1858 വൈസ്രോയി എന്നൊരു പദവി ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത്. പിന്നെ ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഈ വിപ്ലവത്തിന്റെ പരാജയം. ശരിക്കും പറഞ്ഞാൽ പരാജയപ്പെട്ടു അല്ലെ, അല്ലെങ്കിൽ പിന്നെ ബ്രിട്ടീഷുകാർ അന്നേ ഓടണമല്ലോ. ഇത് അന്ന് ഓടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഈ ബഹദൂർ ഷാ സെക്കൻഡ് എന്ന് പറയുന്നത് ഭയങ്കര വയസ്സായിട്ടുള്ള വൃദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്താ പറയാ, ഒരു കലാപം നയിക്കാനുള്ള ഒരു കഴിവൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ നമ്മൾ അവരോധിച്ചത് ആരെയാണ്? ഇദ്ദേഹത്തിനെയാണ് എടുത്തിട്ട് നമ്മള് ഇതിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് കൊണ്ട് അവരോധിച്ചത്. അപ്പൊ അതൊരു കാരണം. പിന്നെ പരിമിതമായിട്ട് പ്രാദേശിക വ്യാപനം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. എല്ലാവർക്കും എത്തുന്നതാണില്ല. പിന്നെ എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിവില്ലാത്ത കാരണം പലരും ഇതിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, വലിയ വലിയ ജമീന്ദാർമാർക്കൊക്കെ ഇതുകൊണ്ട് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി കുറെ ആളുകൾക്ക് ഇതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. കാരണം അവരെ ഏൽപ്പിച്ച് അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റി. അതുവരെ ഇല്ലാത്ത കുറെ പൈസ ഉണ്ടാക്കാനും ഇതൊക്കെ. അപ്പൊ കുറെ ആളുകൾ ഇതിനെതിരായിട്ട് നിലകൊണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഏകോപനം ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും കുറെ ആൾക്കാര് കലാപം നയിച്ചെങ്കിലും ഒരു കേന്ദ്രീകൃത സ്വഭാവം ഇതിനില്ലാത്തതും ഇതിനൊരു പരാജയ കാരണമായിട്ട് കഴിഞ്ഞിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, സാങ്കേതികപരമായിട്ട് നമ്മള് ബാക്കോട്ട് ആണ്. നമ്മുടെ കയ്യിൽ എന്തിട്ടാണ് മാക്സിമം കുറച്ച് കല്ലുണ്ടാവും, കുറച്ച് അമ്പും വില്ലും ഉണ്ടാവും. അവരുടെ കയ്യിൽ നല്ല നല്ല ഉപകരണങ്ങൾ ഉണ്ടായ കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി. അപ്പൊ ഇതൊക്കെ ഇതിന്റെ വിപ്ലവത്തിന്റെ പരാജയ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയാ, ഈ ഒരു കലാപവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അധികം പുസ്തകങ്ങൾ കുറെ ആളുകൾ എഴുതിയിട്ടുണ്ട്. വളരെ അധികം പുസ്തകങ്ങളുണ്ട്. അതിലെല്ലാം നമുക്ക് പഠിക്കണം. റിപ്പീറ്റ് ആയിട്ട് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ള 2-3 പുസ്തകം പഠിച്ചു വെക്കാം. അതില് ഒന്നാമത്തതാണ് ദ ഫസ്റ്റ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇതെന്ന് പറയുമ്പോൾ ഒരു പുസ്തകമാണ്. കാറൽ മാക്സ് രചിച്ചതാണ് 1859. അല്ലെങ്കിൽ അദ്ദേഹം ഒരു എന്താ പറയാ, പുസ്തകമായിട്ടല്ല രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ഒരു എന്താ പറയാ പ്രസ്താവന അല്ലെങ്കിൽ ഒരു എന്താ പറയാ ലഘുലേഖയൊക്കെ ആയിട്ട് രചിച്ചിട്ടുള്ളതാണ് എന്തിട്ട് ദ ഫസ്റ്റ് വേൾഡ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ആരാണ്? കാറൽ മാക്സ് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അത് വിനായക ദാമോദർ സവർക്കർ, വി ഡി സവർക്കർ എന്നറിയപ്പെടുന്ന വിനായക് ദാമോദർ സവർക്കർ ആണ് ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് 1857 വിപ്ലവത്തിനെ വിശേഷിപ്പിച്ച അല്ലെങ്കിൽ അത് ആ ഒരു പേരിൽ പുസ്തകം രചിച്ച വ്യക്തിയാണ് ആര്? വി ഡി സവർക്കർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വിപ്ലവത്തിനെ ശിപ്പായി മ്യൂട്ടിനി അല്ലെങ്കിൽ ദ റെബലിയൻ ഓഫ് വിപ്ലവം, 1857 വിപ്ലവം അല്ലെങ്കിൽ
ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര്? R.C. മജുംദാർ. R.C. മജുംദാർ. ഇദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ആദ്യത്തേതുമല്ല എന്താ പറയാ, ഒരു മിനിറ്റ് അത് നോക്കിട്ട് വായി. ഓക്കെ, അത് ആദ്യത്തേതുമല്ല, ഇതല്ല, ഒരു എന്താണ്, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാൻ നോട്ട്സിൽ ഇടുമ്പോ അത് എഴുതി വെക്കാം. ഞാൻ ആ സെന്റൻസ് വിട്ടുപോയി. R.C. മജുംദാർ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ് ഇത്, ഈ ഒരു ഇത് പറയുന്നത്. അപ്പൊ ഈ ഒരു 3 പുസ്തകം നിർബന്ധമായിട്ട് അറിഞ്ഞു വെക്കുക. അപ്പൊ ഇത്രയ്ക്കാണ് എന്നിട്ട് നമ്മുടെ 1857 വിപ്ലവമായിട്ട് അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയും, ഇനിയുണ്ട് കുറെ അധികം പുസ്തകങ്ങളുണ്ട്. ശിപ്പായി ലഹള എന്നൊക്കെ വിശേഷിപ്പിച്ചത് ആരാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനുള്ളിൽ പറയുന്നുണ്ട്. എല്ലാതും എന്താ പറയാ അരിച്ചു പറക്കി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ പറയാ, ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പുസ്തകങ്ങളുടെ പേരുകൾ ബാക്കി പറഞ്ഞുതരാം. റബല്യൻ 1857 PC ജോഷി എഴുതിയതാണ്. ശിപ്പായി മ്യൂട്ടിനി 1857 HB ചതോപാധ്യായ രചിച്ചതാണ്. 1857 എന്ന് പറഞ്ഞുള്ള ഒരു പുസ്തകമുണ്ട്, അത് SN സെൻ രചിച്ചതാണ്. SN സെൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം എന്ന പുസ്തകമുണ്ട്, അത് താരാചന്ദ് രചിച്ചതാണ്. അപ്പൊ ഇത്രയധികം കുറെ അധികം പുസ്തകങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള VD സവർക്കറിന്റെ പുസ്തകത്തിന്റെ പേരാണ്. പിന്നെ R.C. മജുംദാർ പറഞ്ഞത് ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലേതുമല്ല സ്വാതന്ത്ര്യ സമരവും അല്ല എന്നാണ് R.C. മജുംദാർ. അദ്ദേഹം ഒരു ചരിത്ര ഗവേഷകനാണ്, അല്ലെങ്കിൽ ചരിത്രകാരനാണ്. അദ്ദേഹം പറഞ്ഞത് ആദ്യത്തേതുമല്ല, എന്താണ്, ദേശീയ തലത്തിലേതുമല്ല സ്വാതന്ത്ര്യ സമരവും അല്ല. കാരണം എന്താണ്, സ്വാതന്ത്ര്യ സമരം ചെയ്യാൻ ഇത് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതൊന്നല്ലല്ലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് മിക്ക നാട്ടുരാജാക്കന്മാരും അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടതിന് എതിരായിട്ടാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അല്ലാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ജനങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു പോവാൻ വേണ്ടിയിട്ടൊന്നല്ല അവരാരും ഇതിന് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോ R.C. മജുംദാർ പറഞ്ഞത് ഒരു വിധത്തിലൊക്കെ ശരി തന്നെയാണ്. ഇനി ഇതിന് കുറച്ച് വിശേഷണങ്ങൾ കൂടി ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് നോക്കി വെച്ച് പോവാം. അതായത് ഒന്ന് ഈ R.C. മജുംദാർ പറഞ്ഞ വിശേഷണമാണ്. രണ്ടാമത് പറയുന്നത് ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര്? MN റോയ്. ഫ്യൂഡൽ റിവോൾട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പീപ്പിൾസ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയിലാണ് ഈ 1857 വിപ്ലവത്തിനെ ഫ്യൂഡൽ റിവോൾട്ട് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. പീപ്പിൾസ് പ്ലാൻ എന്ന കൃതിയില് MN റോയിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തത് മെയിൻ ആയിട്ട് പഠിക്കേണ്ടി വരിക എവിടെയാണ്? MN റോയിനെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക എക്കണോമിക്സിലാണ്. പീപ്പിൾസ് പ്ലാൻ ഒക്കെ MN റോയിയുടെ അവിടെയാണ്. പഞ്ചവത്സര പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ആ ഒരു ഭാഗത്താണ് നമുക്ക് MN റോയിനെ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഹിസ്റ്ററിയുടെ ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ MN റോയ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഇത് വെച്ചിട്ടൊക്കെയാണ്. പീപ്പിൾസ് പ്ലാൻ എന്ന് പറഞ്ഞ കൃതി, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട്, സോറി, MN റോയ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും പറയണ ഒരു വ്യക്തിയാണ്. ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയാണ് ആര്? ഒരു വ്യക്തി എന്ന നിലയിൽ ആവശ്യപ്പെട്ടതാണ് ആര്? MN റോയ്. ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പത്രത്തിൽ കൂടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്നൊരു ആശയം ആദ്യമായിട്ട് അദ്ദേഹം ഉന്നയിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വിശേഷണത്തില്, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തില് 1857 വിപ്ലവത്തിന് അദ്ദേഹം എന്താണ് വിശേഷിപ്പിച്ചത്? ഫ്യൂഡൽ റിവോൾട്ട് എന്നാണ് വിശേഷിപ്പിച്ചത്. ആരാണ് വിശേഷിപ്പിച്ചത്? MN റോയ് ആണ്. MN റോയ്. അതുപോലെ എന്താ പറയാ, ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ 1857 വിപ്ലവത്തിനെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര്? ബെഞ്ചമിൻ ഡിസ്രേലി. ബെഞ്ചമിൻ ഡിസ്രേലി. അതുപോലെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് വിശേഷിപ്പിച്ചതാണ് ആര്? ജവഹർലാൽ നെഹ്റു. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് 2-3 പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്താണ് എന്നിട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്നത്. അതായത് ഈ ബ്രിട്ടീഷ് സൈനിക തലവനായിട്ട് പോളിംഗ് ക്യാമ്പില്
എന്താ പറയാ ചാർജ് എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം ചാർജ് എടുക്കണേന്റെ ആ ഒരു പോർട്രേറ്റ് വരച്ചിട്ടുള്ളതാണ് എന്ത് ഈ റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ വേറൊരു ഉം, എന്താ പറയാ ഉം, പിന്നെ വേറൊരു ചിത്രമാണ് ഇൻ മെമ്മോറിയം എന്ന് പറയുന്നത്. അത് നോയൽ പാറ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി വരച്ചതാണ് എന്ത് ഇൻ മെമ്മോറിയം. അതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറെ സ്ത്രീകളും കുട്ടികളും ഇങ്ങനെ പതുങ്ങി ഒതുങ്ങി ഇരിക്കുന്നത് കാണാൻ പറ്റും. അതായത് ഈ കലാപകാരികള് ബ്രിട്ടീഷുകാരായിട്ടുള്ള നേതാക്കന്മാരെ എന്താ പറയാ സൈനിക തലവന്മാരെ മാത്രമല്ല അവരുടെ കുടുംബം അടക്കമാണ് അവരിവിടെ വന്ന് താമസിക്കുന്നത്. അവരുടെ കുടുംബത്തിനെ അടക്കം അവരെ അറ്റാക്ക് ചെയ്യാൻ ഇന്ത്യയിലെ കലാപകാരികൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒതുങ്ങി കുട്ടികളെയും കൂട്ടി പേടിച്ചറിഞ്ഞ് ഒതുങ്ങിയിരിക്കണ ഒരു പിക്ചറാണ് എന്ത് ഇൻ മെമ്മോറിയം എന്ന് പറയുന്നത്. അത് വരച്ചത് അല്ലെങ്കിൽ അത് വരച്ച വ്യക്തിയാണ് ആര് നോയൽ പാറ്റേൺ എന്ന് പറയുന്നത്. നോയൽ പാറ്റേൺ ക്ലിയർ ആയെന്ന് വിചാരിക്കുക. അപ്പൊ ഇത്രയ്ക്കേ ഉള്ളൂ എന്ത് 1857 വിപ്ലവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ. ഇനി അതിന്റെ ഉള്ളിൽ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ കിട്ടും. പക്ഷെ ഏറ്റവും അധികമായിട്ട് റിപ്പീറ്റ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ളതും ഈ അടുത്തൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം പറയാനുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതലായിട്ട് PSC എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കത് എന്താ പറയാ ഓപ്ഷൻസ് ഡിലീഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ കൂടെ നമുക്ക് അതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. അത്യാവശ്യം പഠിക്കാനുള്ളതൊക്കെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിലും കൂടുതൽ ചോദിക്കില്ല എന്നാണ് ഒരു വിശ്വാസം. ചോദിക്കില്ലയോ ഇല്ലയോ നമുക്ക് PSCയുടെ ഇഷ്ടമാണ്. അവരെങ്ങനെയായിരിക്കും ഇതിനെയൊക്കെ അടുത്ത പരീക്ഷകളൊക്കെ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ അപ്പൊ അപ്പൊ കാണാനേ പറ്റുള്ളൂ. നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പോലും പറ്റില്ല. PSC ആ രീതിയിലാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്നതും PSCയുടെ ട്രെൻഡ് ഇന്നത്തെ അല്ല നാളെ ഉണ്ടാവുക, നാളത്തെ അല്ല മറ്റന്നേ ഉണ്ടാവുക. അപ്പൊ ഇത്രയ്ക്കേ ഉള്ളൂ 1857 വിപ്ലവം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് INC-നെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമുക്കറിയാം ഇപ്പോഴും നിലവിലുള്ള ഒരു പാർട്ടിയാണ് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC എന്ന് പറയുന്നത്. ഈ INC അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തില് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പാർട്ടിയാണ്. അല്ലെങ്കിൽ വളരെയധികം ബ്രിട്ടീഷുകാരടക്കം വളരെയധികം പ്രാധാന്യത്തോടെ കണ്ടിട്ടുണ്ടാകുന്ന ഒരു പാർട്ടിയാണ് ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ എന്താ പറയാ തുടക്കം തൊട്ട് എന്തൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. 1885 ഡിസംബർ 28-നാണ് INC ആദ്യമായിട്ട് രൂപീകരിക്കുന്നത്. 1885 ഡിസംബർ 28-ന് ശ്രദ്ധിച്ചെന്നാളോ 1885 ഡിസംബർ 28-നാണ് ആദ്യമായിട്ട് INC രൂപീകരിക്കുന്നത്. ബോംബെയിലുള്ള ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ വെച്ചിട്ട്. സംസ്കൃത കോളേജാണ്. ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിലാണ് ആദ്യമായിട്ട് ഈ ഒരു എന്താ പറയാ ഇത് സംഘടന ആരംഭിക്കുന്നത്. ആദ്യം ഈ സംഘടന ആരംഭിക്കാൻ പ്ലാൻ ചെയ്തിരുന്നത് പൂനെയിൽ വെച്ചിട്ടാണ്. പക്ഷെ ഈ ഒരു ടൈമിലാണ് പ്ലേഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തെമ്പാടും വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൂനെയിലും പ്ലേഗ് വ്യാപിച്ചത് കൊണ്ട് ഈ ഒരു സംഘടനയുടെ ആദ്യത്തെ സമ്മേളനം അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമ്മള് ബോംബെയിൽ ആക്കിയതാണ്. ആദ്യം തീരുമാനിച്ചിട്ടുള്ള സ്ഥലം ഏതാണ്? പൂനെയിലാണ്. അപ്പൊ ഈ ഒരു ഇതിന്റെ സ്ഥാപക നേതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AO ഹ്യൂം അഥവാ അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹമാണ് ഇതിന്റെ സ്ഥാപക നേതാവ്. പക്ഷെ സ്ഥാപക നേതാവാന്ന് പറഞ്ഞിട്ട് കാര്യം അദ്ദേഹം ആയിരുന്നില്ല ആദ്യത്തെ ചെയർമാൻ ആദ്യമായിട്ട് INC-യുടെ ചെയർമാൻ ആയ വ്യക്തിയാണ് ഇത് WC ബാനർജി. WC ബാനർജി ആണ് ആദ്യമായിട്ട് എന്തിന്റെ INC-യുടെ പ്രസിഡന്റ് ആയ വ്യക്തി. അപ്പൊ AO ഹ്യൂം ആരായിരിക്കും? അതെന്ന് പറയുന്നത് അന്നത്തെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആണ് ആര്? AO ഹ്യൂം എന്ന് പറയുന്നത്. അപ്പോ ആദ്യമായിട്ട് ഈ ഒരു സമ്മേളനം കൂടുമ്പോൾ 72 പ്രതിനിധികളാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. 72 പേരാണ് ആകെ ഇന്ത്യയിൽ നിന്ന് ഈ ഒരു പാർട്ടി ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതിലൊരാള് ഒരു മലയാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് GP പിള്ള. GP പിള്ള ഇദ്ദേഹമാണ് കേരളത്തിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഇതിന്റെ രൂപീകരണ ദിവസം പങ്കെടുത്തിട്ടുണ്ടാകുന്ന ഒരേ ഒരു വ്യക്തി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? GP പിള്ളയാണ്. അപ്പൊ ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. അപ്പൊ നമ്മൾ തുടങ്ങി വെച്ചതാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ നാളെ നമ്മൾ INC-യുടെ ബാക്കിയാണ് പറയുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ.